നമുക്കിത് ഹാൻഡ് വർക്ക് പീസാണ് ചെയ്യാനുള്ളത്. ഹാൻഡ് വർക്ക് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിൽ നെക്കിൽ മാത്രമല്ല വേസ്റ്റ് ബാൻഡും കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഒരു 1.5 ഇഞ്ച് വീതിയും ഒരു 11 ഇഞ്ച് ലെങ്ത്തും അതാണ് അതിൻ്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് അയണിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അയൺ ചെയ്താലാണ് അതിൻ്റെ ഒരു ലുക്ക് അത് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അത് ചുമ്മാ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നല്ല വൃത്തിക്ക് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഫോട്ടോ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ആള് പറഞ്ഞത് ഇതിൽ വിങ്സും ടൈലും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നേരമാണ് അതിൻ്റെ ഒരു ഓർമ്മ വന്നത് കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കണ ഇടയ്ക്ക് ഓടി വീണ്ടും വേഗം പോയിട്ട് വിങ്സും ടൈലും ഒക്കെ റെഡിയാക്കി കേട്ടോ. ദേ ഇതാണ് നമ്മുടെ ടൈല്. പിന്നെ ദേ ഇതാണ് വിങ്സ്. ഇങ്ങനെയല്ലടാ തിരി. ദേ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കസ്റ്റമറുടെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെതല്ല, ഇതുപോലത്തെ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ കൊറിയർ അയച്ചതേ ഉള്ളൂ, ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഇറക്കിയ ടൈമിൽ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് സ്ലോ ആയെങ്കിലും നമുക്കിത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഒരു പീസ് നമുക്ക് ഓർഡറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതേ കസ്റ്റമർ ഫോട്ടോ ഇതാണ്. ഇതിൻ്റെ തന്നെ 3 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ സ്ലീവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ്ലെസ് ആണ്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി?